മലയാളി പ്രേക്ഷകരുടെ മനസ്സ് തന്റെ ആദ്യ സീരിയലിലൂടെ തന്നെ കവർന്ന നടിയാണ് സ്നിഷ ചന്ദ്രൻ. തന്റെ ആദ്യ വേഷത്തിലൂടെ തന്നെ ഈ മഞ്ചേരിക്കാരി മികച്ച നടിക്കുള്ള പ്രേം നസീർ പുരസ്കാരവും സ്വന്തമാക്കി. സ്നിഷ സീരിയൽ രംഗത്തേക്ക് ചുവടുവെക്കുന്നത് മലയാളത്തോടൊപ്പം തമിഴിലും ഒരേപോലെ അരങ്ങേറിക്കൊണ്ടാണ്. നീലക്കുയിൽ എന്ന മിനി സ്ക്രീൻ പരമ്പരയിലൂടെയാണ് സ്നിഷ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയത്. സീരിയലിലെ പ്രധാന കഥാപാത്രമായ കസ്തൂരിയെയാണ് താരം അവതരിപ്പിച്ചത്. മോഡലിംഗിലൂടെ എത്തിയ സ്നിഷ ചില സിനിമകളിലും അഭിനയിച്ചെങ്കിലും നീലക്കുയിലിലൂടെയാണ് ശ്രദ്ധേയയായത്. നീലക്കുയിലിലെ കസ്തൂരിയുടെ വേഷത്തിന് താരത്തിന് മലയാളത്തിലെ മികച്ച സീരിയൽ നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചിരുന്നു. തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ സ്നിഷ പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ താരം പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതായി അറിയിച്ചിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം വഴിയാണ് താരം പുതിയ വിശേഷം പങ്കുവച്ചിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കല്യാണി എലഗൻസ് ബൈ സ്നിഷ എന്നാണ് സംരംഭത്തിന്റെ പേര്. ഓൺലൈൻ ക്ലോത്തിംഗ് ബ്രാൻഡാണ് സ്നിഷ ഇതിലൂടെ തുടങ്ങിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ തന്നെയാണ് ബിസിനസ് ആരംഭിച്ചിരിക്കുന്നത്. കൂടുതലായും സാരിയുടെ കളക്ഷനാണ് ഈ ബ്രാൻഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിലും പ്രൈസിന്റെ കാര്യത്തിലുമൊക്കെ വളരെ മികച്ചതായിരിക്കുമെന്നും സ്നിഷ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഇഷ്ടപ്പെട്ട സാരികൾ സെലക്ട് ചെയ്തതിനു ശേഷം ബയോയിൽ കാണുന്ന നമ്പർ വഴി ഓർഡർ നൽകാൻ സാധിക്കുമെന്നും താരം പറഞ്ഞു. സീരിയലിൽ സപ്പോർട്ട് ചെയ്തതുപോലെ തന്റെ പുതിയ സംരംഭവും സപ്പോർട്ട് ചെയ്യണമെന്നും സ്നിഷ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കല്യാണി എലഗൻസ് ബൈ സ്നിഷ എന്നാണ് പേജിന്റെ പേര്. കൂടുതൽ വസ്ത്രങ്ങളും അതിന്റെ ഡീറ്റെയിൽസും ഈ പേജിലൂടെയായിരിക്കും പങ്കുവയ്ക്കുക എന്നും താരം വ്യക്തമാക്കി. തന്റെ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചതായി താരം അറിയിച്ചതിന് പിന്നാലെ നിരവധി ആളുകളാണ് താരത്തിന് ആശംസയറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. താരത്തിന്റെ ഫാൻസും സീരിയൽ കോ ആക്ടേഴ്സുമെല്ലാം സ്നിഷയുടെ സംരംഭത്തിന് ആശംസ നൽകി. മലയാളം സീരിയലിലൂടെയാണ് താരം വന്നതെങ്കിലും പിന്നീട് തമിഴിലും ഒരുപിടി നല്ല സീരിയലുകൾ ചെയ്യാൻ സ്നിഷയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സ്റ്റാർ വിജയിലെ നീലക്കുയിലിലും സ്നിഷയായിരുന്നു പ്രധാന കഥാപാത്രം. പിന്നീട് കാർത്തിക ദീപം, സീതാരാമം, സുഭദ്രം, മാംഗല്യം, ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്നീ സീരിയലുകളിൽ അഭിനയിച്ചു. ഇപ്പോൾ ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന വീട്ടിലെ വിളക്ക് എന്ന സീരിയലിൽ അഭിനയിക്കുകയാണ് താരം. വിസ്മയ എന്നാണ് അതിലെ കഥാപാത്രത്തിന്റെ പേര്. സീരിയലിൽ അഭിനയിക്കുന്നതിനൊപ്പമാണ് പുതിയ സംരംഭത്തിനും താരം തുടക്കം കുറിച്ചിരിക്കുന്നത്. മലയാള സിനിമയിലൂടെയാണ് താരം അഭിനയം തുടങ്ങുന്നത്. സ്കൂൾ ഡയറീസ് എന്ന ചിത്രമാണ് ആദ്യമായി നടി അഭിനയിച്ചത്. പിന്നീടാണ് സീരിയലിലേക്ക് കടക്കുന്നത്. മോഡലിംഗിൽ സജീവമായ താരത്തിന്റെ ചിത്രങ്ങൾ ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് നടി. ലൊക്കേഷനിൽ നിന്നുള്ള വിശേഷങ്ങളും നടി ഷെയർ ചെയ്യാറുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ആക്ടിവിറ്റീസിൽ ആക്റ്റീവായിരുന്നു സ്നിഷ. ഡാൻസും പാട്ടും പോലുള്ള എല്ലാ പരിപാടികൾക്കും മുന്നിൽ തന്നെ ഉണ്ടാകും. പിന്നീടാണ് അഭിനയത്തോടൊരു താല്പര്യം ജനിക്കുന്നത്. മോഡലിംഗ് ചെയ്തു തുടങ്ങിയ അവസരത്തിലാണ് അഭിനയത്തിൽ ഒരു കൈ നോക്കാമെന്ന് വെച്ചത്. വീട്ടുകാർ എല്ലാവിധ സപ്പോർട്ടുമായി കൂടെ ഉണ്ടായിരുന്നു. നടൻ പ്രതീഷാണ് ആദ്യ സീരിയലിലെ അവസരത്തെക്കുറിച്ച് അറിയിച്ചത്. അങ്ങനെയാണ് ഓഡീഷന് പോകുന്നത്. സെലക്ടായി. ആദ്യ സീരിയൽ തന്നെ വിജയം നേടി. പിന്നീട് അങ്ങോട്ട് അഭിനയിക്കാനുള്ള ധൈര്യം തന്നെ കിട്ടിയത് ആദ്യ സീരിയലിന്റെ വിജയത്തിൽ നിന്നാണെന്ന് സ്നിഷ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.